ദുരന്ത വാർത്ത. നമ്മുടെ പ്രിയ താരം സുബീർ സുബിയുടെ ഈ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരനും ഇങ്ങനെ ഒരു ദുരന്തം വരരുതേ എന്ന് കേൾവിക്കാരുടെ മനസ്സിൽ തോന്നിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല. 80ഓളം ചിത്രങ്ങൾ, മികച്ച വേഷങ്ങൾ, ഇതിലൂടെയെല്ലാം നമ്മെ വിസ്മയിപ്പിച്ച നടനാണ് ശ്രീ സുബീർ സുധി. ലാൽ ജോസിന്റെ ക്ലാസ്മേറ്റ്സ് മുതൽ തുടങ്ങിയ ആ അഭിനയ യാത്ര പക്ഷെ ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു കണ്ണീർ കടലിന്റെ നടുവിലാണ്. ഗ്ലാമർ ലോകത്തിന്റെ പളപളപ്പിനിടയിൽ ഒരു കലാകാരൻ എങ്ങനെയൊക്കെ തകർക്കപ്പെടാം എന്നതിന്റെ ഒരു നേർചിത്രമായി മാറുകയാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ. സ്വന്തം സിനിമ തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞതോടെ പുറം ലോകത്തേക്ക് ഇറങ്ങാൻ പോലുമാകാതെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ടി വന്ന ഒരു നായകന്റെ ഉള്ളുലയ്ക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് വിരൽ ചൂണ്ടുന്നത്. 2024 മാർച്ച് 8 സുബീർ സുധി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം നിർമ്മിച്ച് പ്രധാന വേഷത്തിലെത്തിയ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന സിനിമ റിലീസിനെത്തിയത്. എന്നാൽ റിലീസിന് തൊട്ടു മുൻപ് സെൻസർ ബോർഡ് ഇടപെട്ട് ചിത്രത്തിന്റെ പേരിൽ നിന്ന് ഭാരത് എന്നത് മാറ്റാൻ നിർബന്ധിച്ചു. ഇത് പ്രൊമോഷനെ വലിയ രീതിയിൽ ബാധിച്ചു. അതിലും വലിയ ദുരന്തമായിരുന്നു റിലീസിന് വെറും 2 ദിവസം മുൻപ് ചിത്രത്തിന്റെ തിരക്കഥാകൃത്ത് നിസാം റാവത്തരുടെ അപ്രതീക്ഷിത വിയോഗം. സിനിമയ്ക്ക് പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ 5-4 റേറ്റിംഗ് നൽകി മികച്ച അഭിപ്രായം രേഖപ്പെടുത്തിയെങ്കിലും ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സ്, ത്രേമലു തുടങ്ങിയ മഹാമേരുക്കളുടെ തരംഗത്തിന് മുന്നിൽ ഈ കുഞ്ഞു ചിത്രം തിയേറ്ററുകളിൽ ആളില്ലാതെ ഒടുങ്ങി പോവുകയായിരുന്നു. അടുത്തതായി സുബീർ സുധിയെ ചതിച്ചത് മുംബൈ യാത്രയും അവിടുത്തെ ചതിക്കുഴികളുമാണ്. തിയേറ്ററിലെ നഷ്ടം നികത്താൻ OTT അവകാശം വിൽക്കുക മാത്രമായിരുന്നു സുബീഷിന്റെ മുന്നിൽ തെളിഞ്ഞ ഏക വഴി. ഇതിനായി മുംബൈയിൽ ചെന്ന് 6 മാസത്തോളം താമസിച്ച് അദ്ദേഹം പലതവണ ശ്രമങ്ങൾ നടത്തി. എന്നാൽ സംഭവിച്ചതോ, അവിടെയുള്ള ചില വഞ്ചകരായ ഏജന്റുമാർ സുബീഷിന്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി പൂർണ്ണമായും ചതിക്കുകയാണുണ്ടായത്. തുടർന്ന് ചെന്നൈയിലും സമാനമായ രീതിയിൽ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. കടങ്ങൾ തീർക്കാൻ നേരായ വഴിയിൽ പരമാവധി പണം സമ്പാദിക്കാൻ ശ്രമിച്ചെങ്കിലും വിധി അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി. കടബാധ്യത കാരണം സ്വന്തം കുടുംബത്തിലെ കുട്ടികളുടെ ഉപരിപഠനം പോലും മുടങ്ങുന്ന അവസ്ഥയിലാണ് എത്തിച്ചേർന്നത്. കടം തന്നവർ കോടതിയെ സമീപിച്ചതോടെ സുബീഷിന്റെ വീട് ജപ്തിയുടെ വക്കിലായി. നിലവിൽ കോടതിയിൽ നിന്ന് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതോടെ ഏത് നിമിഷവും ജയിലിൽ അകപ്പെടാവുന്ന ഭീതിയിലാണ് അദ്ദേഹം തുടർന്നത്. ദിവസവും 40-ലധികം ഫോൺ കോളുകളാണ് കടക്കാരുടേതായി വന്നത്. നല്ല കാലത്ത് കൂടെ ഉണ്ടായിരുന്നവർ ഫോൺ പോലും എടുക്കാതായതോടെ കടുത്ത നിരാശയിൽ അകപ്പെട്ട സുബീഷ് 2 തവണയാണ് ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത്. ഒടുവിൽ കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ സമയോചിതമായ ഇടപെടലാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഇപ്പോൾ സുഹൃത്തിന്റെ വീട്ടിൽ ഒളിച്ചു കഴിയുന്ന സുബീഷ് ആരെങ്കിലും കാണാൻ വരുമ്പോൾ ഭയം കൊണ്ട് ഓടി ഒളിക്കുന്ന അവസ്ഥയിലാണ്. ലീജോ ജോസ് പെല്ലിശ്ശേരിയും മഞ്ജു പത്രോസും സംവിധായകൻ മുസ്തഫയുമൊക്കെ നല്ല മനസ്സോടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സുബീഷിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. ഈ നല്ല സിനിമ ഒരു തവണ കൂടി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു റീ റിലീസ് ക്യാമ്പയിൻ തന്നെ നടത്തണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിജീവനത്തിന്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുള്ള മലയാളി പ്രേക്ഷകർ സുബീഷിനെ കൈവിടില്ലെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സുബീർ സുബിയുടെ ഈ അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കോമന്റുകളായി രേഖപ്പെടുത്തണേ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും പേജ് 3 ന്യൂസുകൾക്കുമായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത്.